അതേപോലെ ലോട്ടറി എടുക്കും. 1500 രൂപ, 800 രൂപ, 600 രൂപയ്ക്കൊക്കെ ദിവസം തോറും ലോട്ടറി എടുക്കുന്നവരുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരൻ ഇങ്ങനെ ലോട്ടറി എടുപ്പാൻ അദ്ദേഹം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളൂ. അയാൾ എടുത്ത പൈസയുടെയും അയാൾക്ക് കിട്ടിയ പൈസയുടെയും ഇരട്ടി പൈസ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുത്തു. എന്തിനാണ് ആ പൈസ? ചൂതാട്ടമാണത്. ആരാന്റെ ഹറാമായ പൈസയാണ്. ആ പണം നമുക്ക് വേണ്ട മക്കളെ. നമ്മുടെ മക്കൾക്ക് കൊടുക്കരുത്, നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കരുത്, നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കരുത്. ഈ ദീനിന്റെ സദസ്സിൽ നിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നീട്ടുന്ന ബക്കറ്റിൽ പോലും അതിന്റെ ഒരു 10 രൂപ നിങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല. അത് നിഷിദ്ധമായ പൈസയാണ്. പന്നിയിറച്ചി തിന്നുന്നതിന് തുല്യമാണ്. മൻ അകല തആമ മിനൽ ഹറാമി കഅന്നമാ തഹറ തൗബ മിനൽ ബൗൽ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വതസ്ലീമാത്ത്. ആരെങ്കിലും ഹറാമിന്റെ ഭക്ഷണം, ഹറാമിന്റെ പണം കൊണ്ടാണ് ഭക്ഷണം കഴിച്ചതെങ്കിൽ അവൻ മൂത്രത്തിൽ അവന്റെ വസ്ത്രം കഴുകി ധരിച്ചവനെ പോലെയാണെന്ന് കമാ ഖാല ശഫീഉന റസൂലുള്ളാഹി. അല്ലാഹു കാക്കട്ടെ. ലോട്ടറിയിൽ നിന്നും പലിശയിൽ നിന്നും കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ തിന്നിട്ട് നമ്മുടെ മക്കളെ തീറ്റിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ മൂത്രത്തിലും തീട്ടത്തിലും മാലിന്യ വെള്ളത്തിലും ഇട്ട് വസ്ത്രം കഴുകിയവരെ പോലെയാണ്, ആ വസ്ത്രം കഴുകി ധരിച്ചവനെ പോലെയാണെന്നാണ് പരിശുദ്ധമായ ശരീഅത്ത് പറയുന്നത്. അതുകൊണ്ട് ആ പണം നമുക്കും വേണ്ട, നമ്മുടെ മക്കൾക്കും വേണ്ട. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅഖിലിഹിമുർ റിബാ, പലിശ തിന്നുക. പലിശയിലൂടെയും ചൂതാട്ടത്തിലൂടെയും പൈസകൾ ശേഖരിച്ചുകൊണ്ട് മക്കൾ അത് ഹലാലോ ഹറാമോ ഒന്നും നോക്കാതെ തിന്നുക. പലിശ സർവ്വസാധാരണ വീട് വെക്കാൻ വേണ്ടി ചുമ്മാ നമ്മുടെ വീട്ടിൽ ബർക്കത്തില്ലാത്തത്. നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബങ്ങളിലും കച്ചവടങ്ങളിലും വാഹനങ്ങളിലും സന്താനങ്ങളിലും ബർക്കത്തില്ലാത്തതിന്റെ കാരണം നമ്മൾ പണം എടുക്കുന്നത്, പലിശയ്ക്ക് പണം എടുക്കുന്നത് സർവ്വസാധാരണമായിട്ടാണ്. ലക്ഷങ്ങൾ പോയി എടുക്കുന്നു, ഒരു പേടിയില്ല. കല്യാണത്തിന് എടുക്കുന്നു, കൃഷിക്ക് വേണ്ടി എടുക്കുന്നു. അങ്ങനെ ലോൺ എടുക്കുമ്പോൾ അത് നമ്മൾ തിരിച്ച് അടയ്ക്കുന്നത് എടുക്കുന്നതിനേക്കാളും 1 രൂപ കൂടുതലായിട്ടാണെങ്കിൽ അത് ഹറാമ് തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. നിങ്ങൾ ലോൺ എടുത്തോളി, 10 ലക്ഷം രൂപ ലോൺ എടുത്തോളി. ആ 10 ലക്ഷം രൂപ നിങ്ങൾ തവണ വ്യവസ്ഥയിൽ അടച്ചു തീർത്തോ, അത് പലിശയല്ല. 10,100,000 രൂപ നിങ്ങൾ അടച്ചിട്ടുണ്ടോ, അത് പലിശയാണ്. വാഹനത്തിന് വേണ്ടി നിങ്ങൾക്ക് 0% ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് വാഹനം കിട്ടുമെങ്കിൽ എടുത്തോ. ഇപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ട്. 5 ലക്ഷം 8 ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് 0% വാഹനം കിട്ടും. എന്റെ വണ്ടി ഞാൻ അങ്ങനെ എടുത്ത് 2 ലക്ഷം രൂപ എനിക്ക് പലിശ ഇല്ലാതെ കടം തന്നിട്ടുണ്ട്. ബാക്കി പൈസ അടയ്ക്കേണ്ടി വന്നു. അപ്പോൾ അതല്ല, അപ്പൊ അതിനകത്ത് നമ്മൾ കാണും CC ആണെന്നായിരിക്കും കാണുക, പക്ഷെ പലിശയില്ല. പലിശ കൊടുത്തുകൊണ്ട് 60,000 രൂപ വില വരുന്ന വണ്ടി 80,000 രൂപ, 90,000 രൂപ, 65,000 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ വാഹനം വാങ്ങുന്നതെങ്കിൽ അത് പലിശയാണ്. ആ വാഹനത്തിലൂടെ യാത്ര ചെയ്യൽ നമ്മൾ സൂക്ഷിക്കണം. അത് നമുക്ക് ആഖിറം നഷ്ടമാകാൻ അത് കാരണമാകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതേപോലെ ലോട്ടറി എടുക്കും. 1500 രൂപ, 800 രൂപ, 600 രൂപയ്ക്കൊക്കെ ദിവസം തോറും ലോട്ടറി എടുക്കുന്നവരുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരൻ ഇങ്ങനെ ലോട്ടറി എടുപ്പാൻ അദ്ദേഹം ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളൂ. അയാൾ എടുത്ത പൈസയുടെയും അയാൾക്ക് കിട്ടിയ പൈസയുടെയും ഇരട്ടി പൈസ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊടുത്തു. എന്തിനാണ് ആ പൈസ? ചൂതാട്ടമാണത്. ആരാന്റെ ഹറാമായ പൈസയാണ്. ആ പണം നമുക്ക് വേണ്ട മക്കളെ. നമ്മുടെ മക്കൾക്ക് കൊടുക്കരുത്, നമ്മുടെ ഭാര്യയ്ക്ക് കൊടുക്കരുത്, നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും കൊടുക്കരുത്. ഈ ദീനിന്റെ സദസ്സിൽ നിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നീട്ടുന്ന ബക്കറ്റിൽ പോലും അതിന്റെ ഒരു 10 രൂപ നിങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല. അത് നിഷിദ്ധമായ പൈസയാണ്. പന്നിയിറച്ചി തിന്നുന്നതിന് തുല്യമാണ്. മൻ അകല തആമ മിനൽ ഹറാമി കഅന്നമാ തഹറ തൗബ മിനൽ ബൗൽ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വതസ്ലീമാത്ത്. ആരെങ്കിലും ഹറാമിന്റെ ഭക്ഷണം, ഹറാമിന്റെ പണം കൊണ്ടാണ് ഭക്ഷണം കഴിച്ചതെങ്കിൽ അവൻ മൂത്രത്തിൽ അവന്റെ വസ്ത്രം കഴുകി ധരിച്ചവനെ പോലെയാണെന്ന് കമാ ഖാല ശഫീഉന റസൂലുള്ളാഹി. അല്ലാഹു കാക്കട്ടെ. ലോട്ടറിയിൽ നിന്നും പലിശയിൽ നിന്നും കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ തിന്നിട്ട് നമ്മുടെ മക്കളെ തീറ്റിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ മൂത്രത്തിലും തീട്ടത്തിലും മാലിന്യ വെള്ളത്തിലും ഇട്ട് വസ്ത്രം കഴുകിയവരെ പോലെയാണ്, ആ വസ്ത്രം കഴുകി ധരിച്ചവനെ പോലെയാണെന്നാണ് പരിശുദ്ധമായ ശരീഅത്ത് പറയുന്നത്. അതുകൊണ്ട് ആ പണം നമുക്കും വേണ്ട, നമ്മുടെ മക്കൾക്കും വേണ്ട. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് വരെ മേടിച്ചിട്ടുണ്ടോ? ഇന്ന് രാത്രി വെള്ളിയാഴ്ച രാവോട് കൂടി പൊരുത്തപ്പെട്ടേരെ. അല്ലാഹു അസ്തഗ്ഫിറുല്ലാഹ്. ഇനി മേലില്ല. ഇനി ഞാൻ എടുക്കില്ല. ലോട്ടറി ഉണ്ടോ പോക്കറ്റ്? കീറിക്കള. വേണ്ട, ഈ പണം അറിയില്ലായിരുന്നു, ഈ ചൂതാട്ടത്തിന്റെ പൈസ എനിക്ക് വേണ്ട പടച്ചവൻ എന്ന് കീറിക്കളഞ്ഞ് തൗബ ചെയ്ത് അല്ലാഹു മാപ്പാക്കി തരും.
പലിശ വാങ്ങിയിട്ടുണ്ടോ? അതിന്റെ തൗബ എന്താ? 5 വർഷം പലിശ വാങ്ങിയ ഒരാൾ തൗബ ചെയ്യുന്ന രാത്രി പോലെ, അള്ളാഹുവേ 5 വർഷമായിട്ട് ഞാൻ കുറെ പലിശയ്ക്ക് ഞാൻ തിന്നവനാണ്, ഞാൻ വീട് വെച്ചത് അതാണ്, തോട്ടം വാങ്ങിയത് അതാണ്, എന്നും അതിലില്ല പടച്ചവനെ, എല്ലാം ഞാൻ മാപ്പാക്കണേ പടച്ചവനെ, ഞാൻ തിന്നൂല അല്ലാഹ്, ഒരിക്കലും ഇല്ല അല്ലാഹ്. പലിശയുടെ തൗബ ആയില്ല. 10 വർഷം കൊണ്ട് എത്ര രൂപയാണോ പലിശ ഇനത്തിൽ നീ തിന്നത്, ആ പലിശയുടെ പൈസ കൊണ്ടുപോയി ആരിൽ നിന്നാണോ വാങ്ങിയത് അവർക്ക് മടക്കി കൊടുക്കണം. അതാണ് നിന്റെ തൗബ, അതാണ് തൗബ. ഹജ്ജിന് പോയി 10 വർഷം, ഹജ്ജിന് പോയി 10 വർഷം പലിശ എന്നിട്ട് 10 വർഷം ഹജ്ജിന് പോയി, ഒരൊറ്റ ഹജ്ജ് കബൂലായിട്ടില്ല. നിങ്ങൾ വിചാരിക്കുക ഹജ്ജ് കബൂലായെന്ന്, ഓടിപ്പോ അള്ളാഹ് എടുക്കല്ലേ. ആധാർ എടുക്കാൻ മറക്കല്ലേ, മയ്യത്തിന്റെ കൂടെ വെച്ചേക്കണം ആധാറും കൂടെ. ഞാൻ ഹജ്ജ് ചെയ്ത അള്ളാഹ്, ഹജ്ജ് ചെയ്ത അള്ളാഹ്. പലിശക്കാരന്റെ തൗബ 10 വർഷം, 5 വർഷം, 1 വർഷം, 6 മാസം അവൻ പലിശയ്ക്ക് പൈസ വാങ്ങി തിന്നിട്ടുണ്ട്. ആ പൈസ ആരിൽ നിന്നാണ് വാങ്ങിയത് അവർക്ക് മടക്കി കൊടുത്തേ, അതാണ് അവന്റെ തൗബ. ഒരാൾ വ്യഭിചരിച്ചു, അവൻ തൗബ ചെയ്തു, അല്ലാഹ് അറിയാതെ വന്നുപോയി, മാപ്പാക്കണേ പടച്ചവനെ, നീ ഇല്ല റഹ്മാനെ, ഒരിക്കലും ഇല്ല പടച്ചവനെ, പ്രശ്നമില്ല. പക്ഷെ പലിശ അതല്ലല്ലോ, മറ്റവന്റെ ഹക്കല്ലേ. 10,000 രൂപ തരേണ്ട സ്ഥാനത്ത് 12,000, 15,000 നീ വാങ്ങിയില്ലേ, 3,000 അവന്റെ ഹക്കാണ്, അതാ നീ തിന്നത്, അത് മടക്കിക്കൊട്, എന്നാലേ നിന്റെ തൗബ സ്വീകാര്യമാവുള്ളൂ. ഇല്ലെങ്കിൽ അത് ആശുപത്രി അള്ളാഹ് ഒളിപ്പിക്കുകയും ചെയ്യും, നിനക്ക് നാളെ നരകത്തിൽ ശിക്ഷയും കിട്ടും. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. കുടുംബ ബന്ധം മുറിക്കൽ, കണ്ടാൽ സലാം പറയില്ല, മിണ്ടൂല, അയൽവക്ക ബന്ധമില്ല, രക്തബന്ധമില്ല, കൊച്ചാപ്പ മൂത്താപ്പമാരെ കണ്ട സ്നേഹമില്ല, ഇളയാപ്പ മൂത്താപ്പ കണ്ട സ്നേഹമില്ല, നാത്തൂമാരെ കണ്ട സ്നേഹമില്ല, ഭാര്യ വീട്ടുകാരെ കണ്ട സ്നേഹമില്ല, ഭർത്താവിന്റെ വീട്ടുകാരെ കണ്ട സ്നേഹമില്ല, വാപ്പായും മക്കളും തമ്മിൽ വഴക്കാണ്. ചെറിയ ചെറിയ വേലിക്കല്ലിന്റെ പേരിൽ, മതിലിന്റെ പേരിൽ, വസ്തുവിന്റെ പേരിൽ, ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ വർഷങ്ങളായിട്ട് മിണ്ടാതിരുന്നിട്ട്, വർഷങ്ങളായി സലാം പറഞ്ഞു നടന്നവരെ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ കണ്ടാൽ സലാം പോലും പറയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ മാറിയെങ്കിൽ ഓർത്തോ, അള്ളാഹുവിന്റെ ശിക്ഷ, ഭീകരമായ ശിക്ഷ ഇനിയും വരാൻ പോകുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കുടുംബ ബന്ധം മുറിക്കലാണ്. ദീനിന്റെ പേരും പറഞ്ഞ്, ദഅവത്തിന്റെ പേരും പറഞ്ഞ്, ഇസ്ലാമിന്റെ പേരും പറഞ്ഞ്, ശരീഅത്തിന്റെ പേരും പറഞ്ഞ് പരസ്പരം കണ്ടുമുട്ടിയവർ, സലാം പറഞ്ഞവർ, കൈകോർത്തവർ, മുസാഫഹത്ത് ചെയ്തവർ, മുആനഖത്ത് ചെയ്തവർ, ഇപ്പോൾ കണ്ടാൽ സലാം പറയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥ വന്നാൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ശിക്ഷ, അവന്റെ പ്രതിഭാസം തീർന്നിട്ടില്ല. പ്രകൃതിയുടെ പ്രതിഭാസം അവസാനിക്കുന്നില്ല. കുടുംബ ബന്ധങ്ങൾ പരസ്പരം കോർത്തിണക്കാത്തിടത്തോളം കാലം ഇനിയും ഉരുൾപൊട്ടലും ഭൂകമ്പങ്ങളും ഭൂമി പിളർക്കലും ജലപ്രളയങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഹദീസ് പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഈ 5 കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മോചിതരായാൽ ഇൻഷാ അല്ലാഹ് പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള സഹായം നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ല എങ്കിൽ ഇനിയും വലിയ ശിക്ഷകളെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. പടച്ചവൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ.